വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാപരം കിമപി തത്വമഹം ന ജാനേ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം. ഏകോനസപ്തതിതമോധ്യായ 69 അധ്യായം. ശ്രീശുക ഉവാച നരകം നിഹതം ശ്രുത്വാ തതോദ്വാഹം ച യോഷിതം കൃഷ്ണേന യേന ബഹ്വീനം തദ്ദിദൃക്ഷു സ്മ നാരദ ചിത്രം വദേതദേകേന വപുഷാ യുഗപൽ പൃഥക് ഗൃഹേഷു ദ്വ്യഷ്ടസാഹസ്രം സ്ത്രിയ ഏക ഉദാവഹൽ. ശ്രീ ശിവബ്രഹ്മർഷി കഥ തുടരുകയാണ് പരീക്ഷിത് മഹാരാജാവിനോട്. കൃഷ്ണേന ഏകേന നരകം നിഹതം ശ്രുത്വാ, നരകാസുരനെ ഭഗവാൻ ഏകനായി ചെന്ന് വധിച്ചതും അത് കഴിഞ്ഞിട്ട് തഥ ഉദ്വാഹം ചയോഷിതാം ബഹ്വീനാം, ഈ കൃഷ്ണനെ ഏകനാഥ് രണ്ടിനും, അതായത് ഈ ഏകനായിട്ടുള്ള കൃഷ്ണനാൽ അദ്ദേഹത്തിൻ്റെ വിവാഹം ആ നരകാസുരൻ്റെ അന്ന് ആ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന സ്ത്രീകളെ എല്ലാവരെയും ബഹ്വീനാം, അനവധി സ്ത്രീകൾ 16,000-ഓളം കന്യാകുമാരിണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞ്, അവരെല്ലാവരെയും കൃഷ്ണൻ ഒറ്റയ്ക്ക് വിവാഹം കഴിക്കുകയും ചെയ്തു. എങ്ങനെയാണ്? ചിത്രം ബദൈതൽ ഏകേന വപുഷ, കൃഷ്ണൻ ഒറ്റയ്ക്ക് ഇവരെ എല്ലാവരെയും ഒരേ സമയത്ത് യുഗവൽ, അങ്ങനെയുള്ള ഉദ്വാഹം ച ശ്രുത്വ, കേട്ടിട്ട് ദിദൃക്ഷുസ്മ, ആ ഭഗവാന്റെ ആ ഗാർഹസ്ഥ്യ ജീവിതം ഒന്ന് കാണാനുള്ള ഒരു കൗതുകത്തോടു കൂടിയിട്ട് നാരദ മഹർഷി അങ്ങനെ ദ്വാരകയിലേക്ക് പോയി എന്ന് പറയാണ്. ഇത്യുത്സുകോ ദ്വാരപതിം ദേവർഷിർ ദ്രഷ്ടുമാഗമൽ പുഷ്പിലോപവനാരാമ ദ്വിജാളികുലനാദിതം. ഇനി ആദ്യത്തെ ഈ ശ്ലോകത്തിൽ ആദ്യത്തെ പാദത്തിലെ ദേവർഷി ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷി എന്താണ് ഈ ദ്രഷ്ടും, ഈ ഭഗവാന്റെ ഗാർഹസ്ഥ്യം കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ദ്വാരവതിയും ആഗമൽ, ദ്വാരകയിലേക്ക് അങ്ങോട്ട് വന്നു എന്ന് പറയുകയാണ് ഔത്സുക്യത്തോടു കൂടിയിട്ട്. ഇനി ആ ദ്വാരകയുടെ വർണ്ണനാണ് അടുത്ത 2-3 ശ്ലോകത്തിലും ഇതിൻ്റെ രണ്ടാമത്തെ പാദത്തിലും. പുഷ്പിതോപവനാരാമ ദ്വിജാളികുലനാദിതാം, അതാണ് എന്താണ് പുഷ്പിത ഉപവന ആരാമ ദ്വിജാളികുല, നല്ല പൂത്ത് നിൽക്കുന്ന ഉപവനങ്ങൾ, ആരാമങ്ങൾ, അതിലുള്ള പക്ഷികളും വണ്ടുകളൊക്കെ അങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ ദ്വാരകയെ ഇദ്ദേഹം അവിടുന്ന് ദ്വാരകയിലേക്ക് അദ്ദേഹം എത്തി എന്ന് പറയുകയാണ്. ഉൽഫുല്ലേന്ദീവരാംഭോജ കൽഹാര കുമുദോത്പലൈ ചുരിദേഷു സരസ്സുച്ചൈ കൂജിതം ഹംസസാരസൈ പ്രാസാദലക്ഷൈർനവഭി ജുഷ്ടം സ്ഫാടികരാജതൈ മഹാമരകത പ്രഖ്യൈ സ്വർണരത്നപരിച്ഛദൈ വിഭക്തരത്യാഭത ചത്വരാമണൈ ശാലാസഭാവി രുചിരം സുരാലയൈ സംസിക്തമാർഗ അങ്കണവീതി ദേഹലിം പതത്പതാകാധ്വജവാരിതാതവാം. ആ ദ്വാരകാപുരി എങ്ങനെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ്. നമ്മൾ നേരത്തെ ഓർമ്മിച്ചാൽ ആ കേശിവധം കഴിഞ്ഞ സമയത്ത് ഭഗവാനെ ഗോകുലത്തിൽ വന്നിട്ട് നാരദ മഹർഷി സ്തുതിക്കുകയുണ്ടായി. ആ സമയത്ത് പറയേണ്ടായിട്ടുണ്ട്, ഞാൻ അങ്ങ് അവിടെ അങ്ങനെ സുഖമായിട്ട് തൻ്റെ പത്നിമാരോടുകൂടി കഴിയണ സമയത്ത് അങ്ങയുടെ ഗാർഹസ്ഥ്യം കാണാൻ വേണ്ടി ഞാനവിടെ വരും എന്നൊക്കെ മുൻകൂട്ടി ഭഗവാന്റെ ആ പരിപാടികളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ അതിന് വേണ്ടിയിട്ടാണ് നാരദ മഹർഷി പോണത്. ഇവിടെ എന്താണ്, നാരദ മഹർഷി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, സ്വന്തമായി തന്നെത്താൻ ആ ഭഗവാന്റെ അത്ഭുത പുരുഷനായിട്ടുള്ള ആ ഭഗവാന്റെ അലീലാ ശരീരിയായിട്ടുള്ള ഭഗവാന്റെ ആ ഇതില്ലേ, ആ ഗാർഹസ്ഥ്യം ഒന്ന് കണ്ട് ആസ്വദിക്കാനും അതിൻ്റെ മഹിമ
ലോകത്തിനോട് മുഴുവൻ പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നാരദ മഹർഷി അവിടെ വരണേ. പുഷ്പിത ഉപവന ആരാമ ദ്വിജാളികുല നാദീത എന്ന് പറഞ്ഞാൽ ആ വണ്ടുകളും ഒക്കെ ശബ്ദിച്ചുകൊണ്ട് നിൽക്കുന്ന ആരാമങ്ങളിലും അതുമാതിരി ഉൽഫുല്ല ഇന്ദീവര അംബോജ കൽഹാര കുമുദ ഉത്പലൈ എല്ലാം സരസ്സുകളിലൊക്കെ തന്നെ വിടന്നു നിൽക്കുന്ന ഇതിൽ അങ്ങനെയുള്ള ഇന്ദീവരങ്ങൾ, ചെന്താമരകൾ, സൗഗന്ധികം, ആമ്പല്, ഉൾപ്പലം ഇങ്ങനെയുള്ള പല നിരത്തിലുള്ള ജലപുഷ്പങ്ങൾ വിരിഞ്ഞിട്ടുള്ള ചുരിതയേറ്റു നിറഞ്ഞ സരസ്സു പൊയ്കകളിൽ എങ്ങനെയാണ് ഹംസ സാരസൈ അരയണ്ണങ്ങൾ സാരസപക്ഷികളെ ഇവയാൽ ഇങ്ങനെ ഉച്ചൈ കൂജിതം അവരുടെ കൂജനങ്ങളും ഉണ്ടങ്ങനെ. ഈ കരയിലുള്ള പക്ഷികൾ മാത്രമല്ല ഈ ജലത്തിലുള്ള പക്ഷികളും ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടുണ്ട്. എന്ന് മാത്രമല്ല മഹാമരകത പ്രഖ്യൈ മഹാമരകതരത്നങ്ങളാൽ അങ്ങനെ ഒളിവീശുന്നതായിട്ടുള്ള സ്വർണ്ണരത്ന പരിച്ഛതൈ സ്വർണ്ണമയങ്ങൾ രത്നങ്ങളായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ അതിലെങ്ങനെ പല തരത്തിലുള്ള നവഭി പ്രാസാദ പുത്തൻ ലക്ഷക്കണക്കിന് ഗൃഹങ്ങളാണ് അവിടെ ഉള്ളത്. 16,108 പത്നിമാരും അവരുടെ ദാസിമാർ അങ്ങനെയുള്ള അവരെ ആലോചിച്ച് നോക്കി എത്ര ഗൃഹങ്ങളുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഓരോന്നും ജുഷ്ടാം അങ്ങനെ അനവധി കൊട്ടാര ഗോപുരങ്ങളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടുകൾ അതിനോട് ചേർന്നുകൊണ്ട് വിഭക്ത രഥ്യാപത ചത്വരാവണൈ ഈ വീടുകളിലേക്കാം ഇടയിൽ കൂടെ നല്ല തേർവീതികൾ, നടവഴികൾ, നാൽക്കവലകൾ, അങ്ങാടികൾ പിന്നെയോ ശാലാസഭാഭി സഭാഗൃഹങ്ങൾ, കൊട്ടിലുകൾ, ദേവാലയങ്ങൾ, രുചിരാം അത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനു പുറമെ സുരാലയങ്ങളെന്ന് പറഞ്ഞാൽ ദേവാലയങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുടെ ഇതിൻ്റെ ഇടയിലൊക്കെ. പിന്നെയോ വഴികളൊക്കെ എങ്ങനെയാണ് സംസിക്ത മാർഗ അങ്കണ വീതി ദേഹലിം ആ വഴികളൊക്കെ ഇങ്ങനെ അടിച്ച് വാരിയിട്ട് വെള്ളം തളിച്ച് പൊടി പാറാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ആ വഴികൾ, അങ്കണങ്ങൾ, തെരുവുകൾ, വീടുകളിലെ ഉമ്മറത്രകൾ ഇതൊക്കെ ഇങ്ങനെ വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല പതാകാധ്വജ വാരിത ആതവാം അതായത് ആ നല്ല കൊടികൾ അങ്ങനെ ഓരോ കൊട്ടാരങ്ങളുടെയും മുകളിൽ ഇങ്ങനെ ധാരാളം കൊടികളിങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊടികളുടെ നിഴൽ കാരണം സൂര്യൻ്റെ ചൂട് കൂടിയിട്ട് ഈ ദ്വാരകയിലെ വീതികളിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് പറയുകയാണ് ഇതിൻ്റെ ഈ കൊടികളുടെ നിഴൽ കാരണം. ഇതി ദ്വാരവതിം ദ്രഷ്ടും ദേവർഷി ഉത്സുക ഇങ്ങനെ ഇതൊക്കെ ഈ ഇത്തരം വിശേഷങ്ങളോട് കൂടിയ ആ ദ്വാരകാപുരിയെ കാണുവാൻ നാരദ മഹർഷി ഔത്സുക്യത്തോടെ അങ്ങനെ അവിടെ ചെന്നു ആഗമിച്ചു. തസ്യാം അന്തഃപുരം ശ്രീമൽ അർച്ചിതം സർവദിഷ്ണ്യവൈ ഹരേ സ്വകൗശലം യത്ര തുഷ്ട്രാകാൽസ്നേന ദർശിതം തത്ര ഷോഡശവിസത്മസഹസ്രൈ സമലംകൃതം വിവേശൈകതമം ശൗരേ പത്നീനാം ഭവനം മഹൽ. പറഞ്ഞില്ലേ ഇങ്ങനെ അനവധി കർമ്മങ്ങളുണ്ടാതെ എങ്ങനെയാണ് ഷോഡശഭി സദ്മസഹസ്രൈ സമലംകൃതം ആ 16,108 ഉണ്ടെന്നല്ലേ പറഞ്ഞാൽ അത്രയധികം ആ പത്നിമാരുടെ ഓരോരുത്തരുടെയും ഗൃഹം അങ്ങനെ സമലംകൃതം വേണ്ട രീതിയിൽ അലങ്കൃതമായിട്ടുള്ള അങ്ങനെയാണ്. അതെല്ലാം ഹരേ ആ അന്തഃപുരങ്ങളാണ്. അതൊക്കെ ഭഗവാന്റെ അന്തഃപുരങ്ങളാണ്. അവിടെ തസ്യാം അന്തഃപുരം ശ്രീമൽ അതിലെ ഒന്നിലേക്ക് വിവൈശൈകതമം ഒന്നിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അതെങ്ങനെയാണ് ശ്രീമദർച്ചിതം നല്ല ശ്രീത്വം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ളതാണ്. മാത്രമല്ല സർവദിഷ്ണ്യവൈ സർവ്വലോകപാലന്മാരാലും അർച്ചിക്കപ്പെടുന്നതായിട്ടുള്ള ആ ദ്വാരകയിലാണ് ഇദ്ദേഹം കയറി ചെന്ന ഒരു അന്തഃപുരത്തിൽ. എല്ലാം ദ്വാരകയിലെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എല്ലാം തന്നെ എത്ര കാൽസ്നേന ദർശിതം എങ്ങനെ സ്വകൗശലം എത്ര തൻ്റെ സൃഷ്ടി കൗശലം ഈ ദ്വാരകയിലെ ആ വിശ്വകർമാവ് വളരെ കേമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഹർമ്മ്യത്തിൻ്റെ നിർമ്മാണത്തിലും അത്ര മഹത്തായിട്ടുള്ള ഓരോരോ ഹർമ്മ്യങ്ങളെ ശ്രേഷ്ഠ ധാരാളം ഉണ്ട് പറഞ്ഞിട്ട് അതിൽ ഒന്നിലേക്ക് അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ് ഏകതമം മഹൽ ഏതോ ഒരു വലുതായ ഭവനത്തിലേക്ക് വിവേശ നാരദ മഹർഷി വേണ്ടി കയറി ചെന്നു. ശൗരേ പത്നീനം ഭവനേഷു ഏകതമം വിവേശിത്യന്വയ എന്നാണ് ശ്രീധരൻ. അതായത് ഇത് ഏതാണ് ഗൃഹം എന്ന് അറിയാണ്ടാണ് നാരദ മഹർഷി കയറി ചെന്നത്. പക്ഷേ അത് യാദൃച്ഛികമായിട്ടാവാം അല്ലെങ്കിൽ മായയുടെ സ്വാധീനം കൊണ്ടായിരിക്കാം. രുക്മിണി ദേവിയുടെയാണ് ആയിരുന്നു ആ വീട് എന്നാണ് പറയുന്നത്. ഇതിൽ 7ാമത്തെ ശ്ലോകത്തിലെ ശ്രീമദർച്ചിതം എന്നുള്ളതിൽ
അത് എല്ലാ ഭവനങ്ങൾക്കും വളരെ ഐശ്വര്യം, ശ്രീമാത എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള ഭവനങ്ങളാണ്. എങ്കിലും ഒരു ഗൃഹത്തിൽ വേണമെച്ചാൽ നമുക്ക് ആ ഏകതമം വിവേചി ഏകതമം എന്നുള്ളതിൽ ആ ശ്രീമത് അർച്ചിതെന്ന് വെക്കുകയാണെന്ന് വെച്ചാൽ അത് രുക്മിണി ദേവിയുടെ ഗൃഹമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം എന്നുള്ള രീതിയിലേക്ക് പോയി. ഇത് രുക്മിണിയാണ് ഗൃഹത്തിലാണ് നാരദ മഹർഷി ആദ്യം കയറിയതെന്ന് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ നാരദ മഹർഷി അങ്ങനെ അറിയാണ്ട് ഒരു ഗൃഹത്തിലേക്ക് കയറിയെന്നാണ് ശ്രീധരാചാര്യ പറയണത്. വിഷ്ടബ്ദം വിദ്രുമസ്തംഭൈ വൈഡൂര്യബലകോത്തമൈ ഇന്ദ്രനീലമയൈ കുഡ്യൈർ ജഗത്യാചാഹതത്വിഷ. ആ ഗൃഹം എങ്ങനെയാണ്? വിദ്രുമസ്തംഭൈ, നല്ല പവിഴങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പടുകൂറ്റൻ തൂണുകൾ. വൈഡൂര്യബലകോത്തമൈ വിഷ്ടബ്ദം, അതായത് നല്ല വൈഡൂര്യം പതിച്ചിട്ടുള്ള തട്ടുകളാണുള്ളത്. അതിലാൽ താങ്ങപ്പെട്ടുള്ളതായുള്ള ഗൃഹം. ഇന്ദ്രനീലമയൈ, ഇന്ദ്രനീല കല്ലുകളെ കൊണ്ട് മാത്രം പടുത്തു കെട്ടിയിട്ടുള്ള കുഡ്യൈ, ചുമരുകളാലും അഹതത്വിഷ, ഒരിക്കലും നശിക്കാത്ത ശോഭയുള്ള ജഗത്യാച, നിലം കൊണ്ടും വിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതായത് തൂണുകളൊക്കെ അങ്ങനെ നല്ല പവിഴ നിർമ്മിതമായിട്ടുള്ള തൂണുകൾ, തട്ടുകളൊക്കെ വൈഡൂര്യം കൊണ്ടുള്ള തട്ടുപലകകൾ, ഇന്ദ്രനീല കല്ലുകളെ കൊണ്ടിട്ടുള്ള ചുമരുകൾ, പിന്നെയോ ഒരിക്കലും നശിക്കാത്ത ശോഭയുള്ള നിലം. അത്ര എല്ലാ ഭാഗവും ശോഭായമാനാണെന്ന്. വിധാനൈർ നിർമ്മിതൈസ്ത്വഷ്ട്ര മുക്താദാമവിലംബിവി ദാന്തൈരാസനപര്യങ്കൈ മണ്യുത്തമപരിഷ്കൃതൈ ത്വഷ്ട്രാ നിർമ്മിതൈ മുക്താദാമ വിലംബിവി. ഈ വിശ്വകർമാവ് ഗൃഹങ്ങൾ മാത്രമല്ല പണിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലുള്ള എന്താണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ അതും കൂടിയിട്ട് ഇദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. അതായത് മുക്താദാമ, നല്ല തൂങ്ങിക്കിടക്കുന്ന മുത്തുമാലകളോട് കൂടിയിട്ടുള്ള വിധാനങ്ങൾ, മേൽക്കട്ടികളുള്ളതും മണ്യുത്തമ പരിഷ്കൃത, ഉത്തമ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും ദാന്തൈ, ആനക്കൊമ്പുകളെ കൊണ്ട് നിർമ്മിച്ചവയുമായ ആസനപര്യങ്കൈ, ഭദ്രപീഠങ്ങൾ, പള്ളിക്കട്ടിലുകൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ആ ഗൃഹത്തിൽ. ദാസീഭിർ നിഷ്കണ്ഠീഭി സുവാസോഭിരലങ്കൃതം പുംഭി സതഞ്ജുഘോഷ്ണീഷ സുവസ്ത്രമണികുണ്ടലൈ. ആ ഗൃഹത്തിൽ നിഷ്കണ്ഠീഭി സുവാസോഭി ദാസീഭി, കഴുത്തിലങ്ങനെ സ്വർണ്ണ പതക്കങ്ങൾ, അത് നിഷ്കണ്ഠീഭി, കഴുത്തിലങ്ങനെ സ്വർണ്ണ പതക്കങ്ങൾ അണിഞ്ഞവരും നല്ല പുതുവസ്ത്രം ധരിച്ചവരുമായ ദാസിമാരാലും കഞ്ചുക ഊഷ്ണീഷ സുവസ്ത്രമണികുണ്ടലൈ, നല്ല കുപ്പായം, തൊപ്പി, തലയിലുള്ള തലയെക്കെട്ട്, കല്ലുവെച്ചുള്ള കടുക്കൻ, ഇതെല്ലാം ഉള്ള പുംഭി ഭൃത്യന്മാരാലും അലങ്കൃതം. അവിടെ ധാരാളം ദാസിമാരും ദാസന്മാരും അവരെ അവിടെ സേവിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാകും ആ കൊട്ടാരത്തിൽ. രത്നപ്രദീപ നികരദ്യുതിവൃന്നിരസ്തധ്വാന്തം വിചിത്രവലവേഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാകരുദൂപമക്ഷൈർ നിർയാന്തമീക്ഷ്യ ഘനബുദ്ധയ ഉന്നതന്ത. ആ പണ്ടത്തെ കാലത്ത് ആ സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വർണ്ണിക്കലൊക്കെ ഈ രീതിയിലാണ്. എന്താണ്? രാജൻ രത്നപ്രദീപ നികരദ്യുതിഭി, നല്ല ആ ഗൃഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല മണിദീപങ്ങളുടെ നിരകളിങ്ങനെ ഉണ്ട്. വെളിച്ചം വേണ്ടിയിട്ട് അങ്ങനെ ഇതിൻ്റെ കൊട്ടാരത്തിനകത്തിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദീപങ്ങൾ ധാരാളം കൊളുത്തി വെച്ചിട്ടുണ്ട്. അതിലുള്ള നിരസ്തദ്വാന്തം, അതിൻ്റെ ആ വിളക്കുകളിലെ ശോഭ കൊണ്ട് അന്ധകാരം മുഴുവൻ നശിപ്പിക്കപ്പെട്ടുള്ള കൊട്ടാരങ്ങളാണ് ഓരോന്നും. എത്ര വിചിത്ര വലഭേഷു, അവിടെയുള്ള അതുമാതിരിയുള്ള ഈ കമാനങ്ങളുണ്ടല്ലോ, കമാനങ്ങളുടെ മേൽഭാഗത്തിരിക്കുന്ന മയിലുകൾ, ശിഖണ്ഡിന അക്ഷൈ നിർയാന്തം, കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള മട്ടുപ്പാവിലുള്ള കമാനങ്ങളിലൊക്കെയാണ് ധാരാളം മയിലുകൾ ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയാണ് അക്ഷൈ നിർയാന്തം വിഹിത ആകരുധൂപം. ഇതിനകത്ത് ഈ കൊട്ടാരത്തിനകത്ത് പല ദിക്കിലായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ അങ്ങനെ പുകച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുക ഇങ്ങനെ ജനലുകളെ കൂടി 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 പുറത്തേക്ക് വരുമ്പോഴേ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘം, ഘനബുദ്ധ, നല്ല മേഘങ്ങളാണെന്നുള്ള ഭാവത്തിൽ ഈ പുറത്ത് ഈ തമ്പടിച്ചുള്ള മയിലുകൾ ഉച്ചത്തിൽ കൂവിക്കൊണ്ട് അതാണ് ഉന്നദന്ത ഉത്നദന്ത ഉറക്ക കൂവിക്കൊണ്ട് നൃത്യന്തി, അങ്ങനെ നൃത്തം വെക്കണു മയിലുകൾ എന്ന് പറയുകയാണ്. ഈ പുക കണ്ടിട്ട് മേഘങ്ങളാണെന്ന് വിചാരിച്ചിട്ട്. തസ്മിൻ സമാന ഗുണരൂപ വയസ്സുവേഷ ദാസീ സഹസ്രയുതയാനുസവം ഗൃഹിണ്യ വിപ്രോദർശ സമരം വ്യജനേന രുഗ്മദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യ. ആ അന്തഃപുരത്തിൻ്റെ ഉള്ളിലേക്കാണ്
കയറിയപ്പോൾ എങ്ങനെയാണ്? അനുസവം സമാന ഗുണരൂപമായ സുവേഷ ദാസീ സഹസ്രയുതയാ. ആ ആവശ്യമുള്ള സമയത്തൊക്കെ തനിക്ക് തുല്യമായിട്ടുള്ള ഗുണങ്ങളോടും സൗന്ദര്യത്തോടും പ്രായത്തോടും ശോഭനമായിട്ടുള്ള അലങ്കാരത്തോടും കൂടിയുള്ള അനേക ദാസിമാരൊന്നിച്ചത്. അതിൻ്റെ ഭഗവാന്റെ ഓരോ പത്നിമാരും അത്രയധികം ദാസിമാരുണ്ട്. അതേമാതിരി സുന്ദരികളായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ചുള്ളവർ. എന്നിട്ടോ അവരെല്ലാവരും ചേർന്നിട്ട് രുക്മതൻ നല്ല സ്വർണ്ണപ്പിടിയുള്ള ചാമരം കൊണ്ട് തസ്മിൻ അനുസവം അവിടെ എല്ലായ്പ്പോഴും പരിവീജയന്ത്യ ഗൃഹിണ്യ ആ പത്നിയോടൊത്ത് അങ്ങനെ ഭഗവാനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാത്വതപതിം വിപ്രദർശ അങ്ങനെ അവരാലെല്ലാവരാലും സേവിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സാത്വതന്മാരുടെ പതിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ നാരദ മഹർഷി കണ്ടു. ഈ രുക്മദണ്ഡേന സത്വതപതി എന്നുള്ള അവിടെ ആ രുക്മദണ്ഡ് എന്നുള്ള വാക്കുകൊണ്ടാണ് രുക്മിണീ ഭവൻ എന്ന സൂചന എന്നാണ് ശ്രീധര വാര്യർ പറയുന്നത്. ഏതായാലും തം സന്നിരീക്ഷ്യ ഭഗവൻ സഹസോത്ഥിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതം വരിഷ്ഠ ആനമ്യപാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിരവീവിശദാസനേ സ്വേ. ഈ ശ്ലോകത്തിൽ വിസ്തരിച്ച് കേമായിട്ട് പറയണത് ശ്രീപര്യങ്കത എന്ന് പറയേണ്ട. അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവിയുടെ മഞ്ചത്ത് തന്നെയാണ് ഭഗവാൻ, രുക്മിണി ദേവി തന്നെയാണ് അടുത്ത് എന്ന് ഈ ശ്ലോകത്തിൽ ഉറപ്പാക്കാം. തം സന്നിരീക്ഷ്യ ഭഗവാൻ, ആരെ തം എന്ന് പറഞ്ഞാൽ നാരദ മഹർഷിയെ വരുന്നതായിട്ട് കണ്ടിട്ടുള്ള ഭഗവാൻ സഹസോത്തിത പെട്ടെന്ന് എഴുന്നേറ്റ് എവിടുന്ന് ശ്രീ പര്യങ്കത ലക്ഷ്മി ദേവിയുടെ കട്ടിലിൽ നിന്ന് പെട്ടെന്ന് സഹസാ ഉത്തിത പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കിരീടജുഷ്ടേന ശിരസ നല്ല കിരീടത്താൽ അലങ്കൃതമായിട്ടുള്ള തൻ്റെ ശിരസ് കൊണ്ട് പാദയുഗളം ആനമ്യ ആ ദേവർഷിയുടെ പാദങ്ങൾ അങ്ങനെ തൊട്ട് വണങ്ങിയിട്ട് സാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് സ്വേ ആസനെ അവീവിശൽ നാരദ മഹർഷി സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് തൻ്റെ ആ മഞ്ചലത്തിൽ തന്നെ അങ്ങോട്ട് പിടിച്ചിരുത്തി. തസ്യാവനിജ്യചരണൗ തദവ സ്വമൂർധ്നാഭിഭ്രൽ ജഗൽ ഗുരുതരോപി സതംപതിരിഹി ബ്രഹ്മണ്യദേവ ഇരിയൽ ഗുണനാമയുക്തം തസ്യൈവ യൽ ശരണശൗചമശേഷ തീർത്ഥം. ആലോചിച്ച് നോക്കൂ, ആരാണ് നാരദ മഹർഷി അവിടെ സ്വീകരിച്ചെത്തിയത്? ജഗൽ ഗുരുതര ലോകഗുരുക്കളിൽ യോഗ്യനാണെങ്കിലും അഭി സതാം പതി സജ്ജനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള അദ്ദേഹം യൽ ചരണശൗചം യാതൊരാളുടെ കാല് കഴിയ തീർത്ഥം അശേഷ തീർത്ഥം എല്ലാ തീർത്ഥങ്ങളുടെയും ആകത്തുകയാണോ ആ ഭഗവാൻ തസ്യ ചരണവും അവനിജ്യ ആ നാരദ മഹർഷിയുടെ രണ്ട് കാലം കഴിയിച്ച് തദവ ആ പാദതീർത്ഥജലത്തെ സ്വമൂർധന അഭിഭ്ര തൻ്റെ ശിരസിൽ അങ്ങോട്ട് ധരിച്ചു എന്ന് പറയുകയാണ്. തസ്യ ഏവ ബ്രഹ്മണ്യദേവ ഇതിയൽ ഗുണനാമയുക്തം. കാരണം ഈ ഭഗവാന് തന്നെ പറ്റൂ. എന്ത് ഈ ബ്രഹ്മണ്യദേവൻ എന്നുള്ള ആ പേരുണ്ടല്ലോ അത് ഭഗവാന്റെ ഈ ഗുണം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ആ ശ്രേഷ്ഠന്മാരായുള്ള ബ്രാഹ്മണരെ വന്ദിക്കാനും അവരുടെ പാദതീർത്ഥം തൻ്റെ ശിരസിൽ ധരിക്കാനും വളരെയധികം സന്തോഷിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാന് ബ്രഹ്മണ്യദേവൻ എന്നുള്ള പേര് കിട്ടിയത്. എന്താണ് ഭഗവാന്റെ മഹത്വം? ഭഗവാന്റെ പാദതീർത്ഥം മറ്റുള്ള തീർത്ഥങ്ങളെയൊക്കെ നിശേഷം തീർത്ഥീകരിക്കുന്നതായിട്ടാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് ഈ ഭഗവാന്റെ നാരദ മഹർഷിയുടെ കാല് കഴുകിയിട്ട് തൻ്റെ ശിരസിലാണ് ധരിച്ചത്. എന്നിട്ടോ സംപൂജ്യദേവ ഋഷിവര്യം ഋഷി പുരാണോ നാരായണോ നരസഖോ വിധിനോദിരേന വാണ്യാവിഭാഷമിതയാമൃതമിഷ്ടയാതം പ്രാഹപ്രഭോ ഭഗവതേ കരവാമഹേക്കും. എന്താണ് അതിനുശേഷം പുരാണ ഋഷി ഏറ്റവും പ്രാചീനനായുള്ള ഋഷി, അതായത് വേദമന്ത്ര ദ്രഷ്ടാവും നരന്റെ കൂട്ടുകാരനുമായിട്ടുള്ള ആ ശ്രീനാരായണൻ ഉദിതേന വിധിന ശാസ്ത്രോക്തമായ വിധിപ്രകാരം ദേവഋഷിവര്യം ആ ദേവഋഷിപ്രവരനായിട്ടുള്ള ശ്രീനാരദനെ സംപൂജ്യ വേണ്ട രീതിയിൽ പൂജിച്ചിട്ട് അമൃതജുഷ്ടയാ മിതയാ വാണ്യ നല്ല അമൃതത്തിന് തുല്യമായിട്ടുള്ള വളരെ മിതമായിട്ടുള്ള വാക്കുകളോടെ അദ്ദേഹത്തെ നാരദ മഹർഷിയെ ഹേ പ്രഭോ എന്ന് സംബോധന ചെയ്ത് അഭിഭാഷ്യ ഭഗവതേ കിം കരവാമ പ്രാഹ ഹേ ഭഗവാൻ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നാരദ മഹർഷിയോട് വളരെ ഭക്തിയോട് കൂടിയിട്ട് ചോദിച്ചു. ഇവിടെ ആദ്യത്തെ വേദമന്ത്ര ദ്രഷ്ടാക്കളിലെ ആദ്യൻ എന്നുള്ള രീതിയിലും പിന്നെ മറ്റേ നരസഖൻ എന്നുള്ളതിൽ ആ മനുഷ്യൻ്റെ ഏറ്റവും
ഏറ്റവും വലിയ ചങ്ങാതി എന്നുള്ള രീതിയിലും രണ്ട് വാക്കുകളായി എടുക്കുമ്പോൾ അർത്ഥമെടുക്കാം. അല്ലാന്നുണ്ടെങ്കിലോ ആദ്യനും നാരദ മഹർഷിയും അതോ നരനാരായണന്മാരായിട്ട് അവതരിച്ചുള്ള ഭഗവാൻ എന്നുള്ള രീതിയിലും നമുക്ക് അർത്ഥമെടുക്കാം. എന്നിട്ടോ ഇങ്ങനെ എന്താണ് ആഗ്രഹം ചോദിച്ച സമയത്ത് ശ്രീനാരദ ഉവാച നൈവത്ഭുതം ത്വയി വിഭോഹില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു ദമഃഖലാനാം നിശ്രേയസായ ഹി ജഗൽസ്ഥിതിരക്ഷണാഭ്യം സ്വൈരാവതാര ഉരുഗായ വിദാമസുഷ്ടു. ഹേ വിഭോ ഉരുഗായ. നാരദ മഹർഷി തിരിച്ചു വിളിക്കുകയാണ് ഭഗവാനെ. വിഭുവും ഉരുഗായ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വളരെയധികം കീർത്തിക്കപ്പെടുന്നവനുമായിട്ടുള്ള ഭഗവാനെ, അഖില ലോകനാഥേ, എല്ലാ ലോകങ്ങൾക്കും നാഥനായ ത്വയി, അങ്ങയിൽ സകലേഷു ജനേഷു മൈത്രി, ഇപ്രകാരം എല്ലാ സാധുജനങ്ങളിലുള്ള ഈ മിത്രഭാവവും ഖലാനാം ദമ, ദുഷ്ടന്മാരെ പ്രശമനവും അത്ഭുതം ഏവ ഹി, ഒരിക്കലും അത്ഭുതമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ഉദ്ദേശം തന്നെ എങ്ങനെയാണ്? സ്ഥിതി രക്ഷണാഭ്യാം നിശ്രേയസായ, ലോകത്തിൻ്റെ സ്ഥിതി സംരക്ഷണം എന്നിവയോടുകൂടിയ എല്ലാവരുടെയും യോഗക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് സ്വൈരാവതാരം, അങ്ങയുടെ സ്വേച്ഛാനുസൃതമായിട്ടുള്ള ഓരോ അവതാരമെന്ന് സുഷ്ടു വിധാമ, നന്നായിട്ട് ഞങ്ങൾക്കൊക്കെ അറിയാം ഭഗവാനെ. അതുകൊണ്ട് അങ്ങയുടെ ഈ ശ്രേഷ്ഠമായിട്ടുള്ള ആചരിതം എന്നുള്ളതുണ്ടല്ലോ, എന്നിൽ കാണിച്ചിട്ടുള്ള ഈ സേവയും ഇതൊക്കെ പൂജനമൊക്കെ ഇതൊന്നും ഒട്ടും അത്ഭുതമല്ല എന്ന് പറയുകയാണ്. കേട്ടോ, ഞാൻ പിന്നെ എന്തിനാണ് വന്നത്? ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഹൃതി വിചിന്യം അഗാധബോധൈ സംസാരകൂപ പരിതോത്തരണാവലംബം ന്യായംശ്ചരമ്യനുഗൃഹാണ യഥാസ്മൃതി സ്യാൽ. എനിക്ക് എന്തേ വേണ്ടു? അഗാധബോധൈ ബ്രഹ്മാദേവി, എത്രയാണെന്ന് അറിയാനാകാത്ത ആത്മജ്ഞാനമുള്ള ബ്രഹ്മാദികളാൽ പോലും ഹൃദയത്തിൽ വിചിന്യം ധ്യാനിക്കപ്പെടുന്നതും ജനതാപവർഗം എല്ലാ ഭക്തജനങ്ങൾക്കും മോക്ഷസ്വരൂപമായതും സംസാരകോപ പതിത ഉത്തരണ അവലംബം, ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിലെങ്ങനെ വീണ് കിടക്കുന്ന ജനങ്ങളെ കരയേറ്റുവാൻ ആശ്രഭൂതമായിട്ടുള്ള തവ അംഗ്രിയുഗളം, അങ്ങയുടെ ആ പാതാരവിന്ദങ്ങൾ ദൃഷ്ടം കാണപ്പെട്ട് ധ്യായൻ, അത് തന്നെ ധ്യാനിച്ചുകൊണ്ട് ചരാമി, ഞാനിതങ്ങനെ ലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ചു കൊള്ളുന്നു. യഥാ, യാതൊരു വിധത്തിലായാൽ സ്മൃതി സ്യാൽ, ആ ഭവൽപാദസ്മരണ എപ്പോഴും എന്നിൽ അങ്ങനെ ഉറച്ച് നിലനിന്ന് വരണേ എന്നുള്ള അതിനു വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. അതായത് അങ്ങയുടെ പാദാരവിന്ദ സ്മരണയോട് കൂടിയിട്ട് അതിൻ്റെ മഹത്വം കീർത്തിച്ചുകൊണ്ട് അങ്ങനെ ലോകത്തിൽ മുഴുവൻ ചരിക്കാൻ എന്നെ അനുവദിക്കണേ എന്ന് പറയണം. ആ പാദാരവിന്ദങ്ങളുടെ മഹത്വം എന്താണ്? ബ്രഹ്മാദി ദേവന്മാർ കൂടിയിട്ട് എങ്ങനെയാണ് അഗാധ തത്വജ്ഞാനികളായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാർ കൂടിയിട്ട് തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതും ലോകത്തിൽ പെട്ടുടലുന്ന ആൾക്കാർക്ക്, ഈ പൊട്ടക്കണത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് ഒരേ ഒരു അവലംബമായുള്ള പാദാരവിന്ദങ്ങളുടെ സ്മരണ ഒരിക്കലും നശിക്കാണ്ടുണ്ടാവണേ എന്ന് മാത്രമാണ് നാരദ മഹർഷി ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ശ്രീശുഗോവാച തതോ അന്യതാ വിശേഷം കൃഷ്ണപത്ന്യാ സനാരദ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായാവിൽസയാ. ഇവിടുന്ന് പോയിട്ട് അടുത്ത ഗൃഹത്തിലേക്കാണ് പോയത്. അവിടെ ഭഗവാനോട് യാത്ര പറഞ്ഞ് പോകുമ്പോൾ എന്താണ്? യോഗമായാ വിവിൽസയാ എന്നാണ്. ഭഗവാന്റെ ആ യോഗമായ കൊണ്ടാണല്ലോ ഭഗവാൻ ഇങ്ങനെ ജീവിക്കുന്നത്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ നാരദ മഹർഷി എന്ത് ചെയ്തു? അടുത്ത ഗൃഹത്തിലേക്കാണ് അവിടുന്ന് പോയത്. അങ്ങനെയാണ് യോഗേശ്വരന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന, അതാണ് യോഗേശ്വരേശ്വരസ്യ, ആ യോഗമായി അറിയാനുള്ള ആഗ്രഹമുണ്ട്. സ നാരദ, ആ നാരദൻ തഥ കൃഷ്ണപത്ന കൃഷ്ണപത്നിമായ മറ്റൊരു വീടിനെ പ്രവേശിച്ചു. ഈ വീടിന് അടുത്ത വീട്ടിലേക്ക് കയറിപ്പോയി. ദിവ്യന്തമക്ഷൈ തത്രാവി പ്രിയയാചോദ്ധവേന കോജിലപ്പരയാ ഭക്ര്യാ പ്രഖ്യാനാസരാദിവി.
അവിടെ ചെന്നത് എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ പത്നിയോടും അതുമാതിരി ഉദ്ധവനോടും കൂടി അക്ഷൈദീവ്യന്തം അങ്ങനെ കുരുക്കളൊക്കെ ഇതിൽ പകിട കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതിനായിട്ട് കണ്ടത്. ആ പരയാ ഭക്തിയാ പ്രത്യുത്ഥാന ആസനാദേവി പൂജിത. അവിടെ ചെന്നപ്പോഴേക്ക് ഇതേമാതിരി തന്നെ ഭഗവാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എതിരേറ്റ് ആസനങ്ങളൊക്കെ നൽകി ഇരിക്കാനുള്ള ഇരിപ്പിടൊക്കെ കൊടുത്ത് വേണ്ട രീതിയിൽ നാരദ മഹർഷിയെ ഭഗവാൻ പൂജിച്ചു. എന്നിട്ടോ അവിടെയും പൃഷ്ടശ്ച അവിദുഷേ വാസൗ യഥാ കഥായാതോ ഭവാനിധി ക്രിയതേ കിം ന പൂർണ്ണാനം അപൂർണൈ അസ്മദാദിഭി. കഥായാതോ എന്നാണ് ഇതിലിവിടേക്കുള്ളത്. ഗോപാലനാരുടെ പുസ്തകത്തിലെ യഥായാതോ എന്നാണ്. അതായത് എന്താണ് അവിദുഷ അറിയാത്തവനെ പോലെ ഇരിക്കുന്ന ഭഗവത്. അതായത് നാരദ മഹർഷി കഴിഞ്ഞ ഗൃഹത്തിൽ പോയിട്ട് ഒക്കെ ഭഗവാൻ അറിയാമെങ്കിൽ കൂടി അത് അറിയാത്തവനെ പോലെ ഭഗവതാ ആസൗ ഈ നാരദ മഹർഷി ഭവാൻ യഥാ ആയാത. അവിടെ അത് ഇവിടെ കഥ ആയാതാന്ന് ചോദിച്ചാൽ രണ്ട് വിരോധം എപ്പോഴാണ് വന്നത് എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഏതാ ഇപ്പോൾ ഇവിടെ വന്നത് എപ്പോഴാണ് വന്നത് എന്നുള്ളതാവും. അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് എന്താണ് വരാൻ കാരണം എന്താണ് ഞങ്ങളെ അപൂർണൈ അസ്മദാദിവി അപൂർണന്മാരായിട്ടുള്ള ഞങ്ങളാൽ കിം നു ക്രിയതേ ഇത് പൃഷ്ടയ ഭഗവാന് വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്നുള്ളത് വളരെയധികം വിനയത്തോടും ഭക്തിയോടും കൂടി അതും തന്നെ ഇതാക്കേണ്ടത്. അപൂർണന്മാരാണ് ഞങ്ങൾ, എങ്കിലും ഞങ്ങളാ കഴിയുന്ന വിധം അങ്ങനെ സഹായിക്കണമെന്നുണ്ട്, എന്താണ് ചെയ്തു തരേണ്ടത് എന്നുള്ള രീതിയിലാണ് നാരദ മഹർഷിയോട് ചോദിച്ചത്. അതാപി ബ്രൂഹിനോ ബ്രഹ്മൻ ജന്മൈതൽ ശോഭനം കുരു സതു വിസ്മിത ഉത്ഥായ തൂഷീം അന്യതകാൽ ഗൃഹം. ബ്രഹ്മൻ അതാവി ബ്രഹ്മജ്ഞാനി. അവിടെ ചെറുതാ ഭഗവാൻ പറഞ്ഞത് ബ്രഹ്മജ്ഞാനി ആയവനെ അതാവി എങ്കിലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ല. അതായത് അപൂർണമാണെങ്കിൽ കൂടി എങ്കിലും ബ്രൂഹി ഞങ്ങളോട് പറഞ്ഞാലും ഏതൽ ഈ ജന്മത്തെ ശോഭനമായിട്ട് കുരു ചെയ്താലും സതു അതായത് എന്തെങ്കിലും ഞങ്ങൾ അങ്ങക്ക് ഉപകാരം ചെയ്തു വെച്ചാൽ എന്താ ഉണ്ടാവുക, ഞങ്ങളുടെ ഈ ഇതിന് ജന്മം ശോഭനായി തീരും, അതായത് ഫലപ്രദമായി തീരും. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് പറയണേ എന്നാണ് നാരദ മഹർഷിയോട് ഭഗവാൻ അവിടെ പറഞ്ഞത്. ഏതായാലും ആ സമയത്ത് സത്തു അപ്പം ആ സമയത്ത് നാരദ മഹർഷി ആകട്ടെ വിസ്മിത ആശ്ചര്യത്തോട് കൂടിയിട്ട് ഉത്ഥായ എഴുന്നേറ്റിട്ട് ഒന്നും മിണ്ടാതെ തൂഷ്ണീം അന്യൽ ഗൃഹം അകാൽ ഒന്നും മിണ്ടാതെ അടുത്ത ഗൃഹത്തിലേക്കാണ്ട് പോയി. ഇവിടുന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഭഗവാനോടൊന്നും മറുപടി പറയാണ്ട് തത്രാപ്യജഷ്ടഗോവിന്ദം ലാളയന്തം സുരാൻസിയുൻ തതോ അന്യസ്മിൻ ഗൃഹേ പശ്യൻ മജ്ജനായ കൃതോദ്യമം. ആ മൂന്നാമത്തെ ഗൃഹത്തിൽ ചെന്നവൻ എന്താണ് ശിശൂൻ സുതാൻ ലാളയന്തം ചെറിയ കുട്ടികളായുള്ള തൻ്റെ പുത്രന്മാരെയൊക്കെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കണ ഗോവിന്ദം തത്രാപി അജഷ്ട ഭഗവാനെ അവിടെ അങ്ങനെയാണ് കണ്ടത്. എന്നിട്ട് അടുത്ത ഗൃഹത്തിലേക്ക് പോയി. അവിടെ അന്യസ്മിൻ ഗൃഹേ മറ്റൊരു ഭവനത്തിൽ മജ്ജനായ കൃതോദ്യമം അവശ്യൽ ഭഗവാൻ മേലിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനുള്ള പുറപ്പാടായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഗൃഹത്തിൽ പോകുന്നപ്പോഴോ ജുവന്തം ച വിധാനാഗ്നി യജന്തം പഞ്ചവിർമഹൈ ഭോജയന്തം ദ്വിജാൻ ക്വാവി കുഞ്ചാനമവശേഷിതം. വിധാന അഗ്നിൻ ജുഹ്വന്തം ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ യാഗാഗ്നികളെയൊക്കെ ഹോമാഗ്നി ജ്വലിപ്പിച്ചിട്ട് ജുഹ്വന്തം ഹോമിക്കുന്നവനായിട്ടും വേറെ ഗൃഹത്തിൽ ചെന്നപ്പോൾ പഞ്ചമഹായജ്ഞങ്ങളെ കൊണ്ട് യജിക്കുന്നവനായിട്ടും. എന്താണ് അതില്ലേ ദേവയജ്ഞം പിതൃയജ്ഞം അതുമാതിരി ഋഷിയജ്ഞം ഭൂതയജ്ഞം നൃയജ്ഞം 5 യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളാണ്. അതൊക്കെ കൊണ്ട് യജിക്കുന്ന ഒരാളായിട്ട് കണ്ടു. വേറെടുത്ത് ദ്വിജാൻ ഭോജയന്തം ബ്രാഹ്മണരെ നല്ലൊരു താലി കഴിച്ചു കൂട്ടൊക്കെ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടാണ് കണ്ടത്. എന്നിട്ട് അവശേഷിതം പുഞ്ചാന ബാക്കിയുള്ളത് ബ്രാഹ്മണരുടെ ഭക്ഷണം കഴിഞ്ഞ് ആ ബാക്കിയുള്ളത് താൻ ഭക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാനെയാണ് ആ ഗൃഹത്തിൽ കണ്ടത്. ക്വാപി സന്ധ്യാമുപാസീനം ജവന്തം ബ്രഹ്മവാക്യം ഏകത്ര ചാസി ജന്മഭ്യം ചരന്തം അസി വർമ്മസു. ക്വാപി ഒരിടത്ത്
സന്ധ്യാം ഉപാസീനം സന്ധ്യാവന്തനൊക്കെ ചെയ്തുകൊണ്ട് അതിന് ഇരിക്കുന്ന വാഗ്യതം മൗനവ്രതത്തെ ഇരിക്കുന്നതിനായിട്ടുള്ള ഭഗവാനെയാണ് കണ്ടത്. എങ്ങനെയാണ് ബ്രഹ്മജപന്തം ബ്രഹ്മത്തിൽ ആ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഗായത്രി മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. ഏകത്ര വേറൊരു ദിക്കിൽ ആസീവർത്മസു വാള് അഭ്യസിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ആസീചർമ്മ വാളുകൊണ്ടും പരിച കൊണ്ടും ഇങ്ങനെ അവരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചലിക്കുന്ന ഭഗവാനെയാണ് ആ വേറെ ഗൃഹത്തിൽ കണ്ടത്. അശ്വൈർ ഗജൈർ രഥൈ ക്വാപി വിചരന്തം ഗദാഗ്രജം കുചിൽ ശയാനം പര്യങ്കേ സ്തൂയമാനം ച വന്ദിഭി. ക്വാപി വേറെ ഗൃഹത്തിൽ ചെന്നപ്പോൾ അശ്വൈർ കുതിരകളെ കൊണ്ടും ആനകളെ കൊണ്ടും വേറെ ദിക്കിൽ ചെന്നപ്പോൾ ആനകളെ കൊണ്ട് ആനത്തെ പന്തിയിലൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ കുതിരാലയത്തിൽ അവിടെ ചെന്നുകൊണ്ട് കുതിരകളിലേക്ക് എണ്ണവും അതിൻ്റെ ശക്തിയും കഴിവും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. വേറെ ദിക്കിൽ ഇപ്പോൾ ആനപ്പന്തിയിലാണ്. വേറെ ദിക്കിൽ തൻ്റെ തേരുകളെ രഥായി അങ്ങനെ നോക്കി തേരുകളെയൊക്കെ നോക്കുന്നത്. അങ്ങനെ ഗദാഗ്രജം വിചരന്തം ഭഗവാനെ അങ്ങനെ ഓരോ ദിക്കിൽ സഞ്ചരിക്കുന്നവനായിട്ട് കണ്ടു. കൊച്ചിൽ പര്യങ്കേശായൻ വേറെ ദിക്കിൽ ചെന്നപ്പോൾ തൻ്റെ കട്ടിലങ്ങനെ അങ്ങനെ ഒരു വിശ്രമിക്കുകയാണ് ഭഗവാൻ. എങ്ങനെയാണ് വന്ദിവിസ്തൂയമാനം സ്തുതിപാഠകന്മാരൊക്കെ ഭഗവാൻ ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ട് ചുറ്റുമുണ്ട് ഭഗവാൻ അങ്ങനെ വിശ്രമിക്കുന്നതായിട്ടാണ് കണ്ട്. മന്ത്രയന്ത്രം ജഗസ്മിംസിൽ മന്ത്രിഭി ചോദ്ധവാദിഭി ജലക്രീഡാരഥം ക്വാഭി ബാലമുഖ്യാബലാവൃതം. കസ്മിൻചിൽ ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ ഉദ്ധമാദിവി മന്ത്രിവി മന്ത്രയന്തം ഉദ്ധവൻ മുതലായിട്ടുള്ള മന്ത്രിമാരോട് കൂടിയിട്ട് അങ്ങനെ ആ രാജതന്ത്രങ്ങളെ പരികമായ മന്ത്രിക്കുന്നവനായിട്ട് കണ്ടു. ക്വാബി വേറൊരിടത്ത് വാരമുഖ്യ ആബലാവൃതം വേശ്യസ്ത്രീകളോടൊക്കെ കൂടിയിട്ട് ജലക്രീഡയിൽ താല്പര്യമുള്ളതിനായിട്ട് അതിനെ കണ്ടു. ഈ വാരമുഖ്യമാരായിട്ട് എന്തിനാണ് പോകുന്നത്? സാധാരണ ഈ രാജതന്ത്രങ്ങളിലെ ആൾക്കാർ ഈ ചാരവൃത്തിക്കൊക്കെ പണ്ട് അയക്കുക ഇത്തരം വേശ്യമാരെയാണ് അത്രേ. കാരണം ഇങ്ങനെ ചെന്നിട്ട് അവരവിടെ ചെന്ന് മറ്റുള്ള രാജാക്കന്മാരുടെ അവിടുത്തെ മന്ത്രിമാരുടെയോ സേനാധിപന്മാരെയൊക്കെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ട് അവിടെ നിന്നുള്ള രഹസ്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയും. ഇതിങ്ങനെ ഇതേമാതിരി ഭഗവാന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ വിവരം ഇതൊക്കെ അന്ന് പണ്ടത്തെ രാജതന്ത്രജ്ഞന്മാർ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ്. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു. കുത്രജിൽ ദ്വിജമുഖ്യേഭ്യോ ദദതം ഗാസ്വലംകൃത ഇതിഹാസപുരാണാനി ശൃണ്വന്തം മംഗളാനി. ഒരു ദിക്കിൽ ചെന്നപ്പോൾ കുത്രജിൽ ദ്വിജമുഖ്യേഭ്യ എന്നല്ല ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കായതുകൊണ്ട് സ്വലംകൃത ഗാ ദദതം അതായത് നന്നായി അലങ്കരിച്ചുള്ള പശുക്കളെ ഇങ്ങനെ ദാനം ചെയ്തു സ്വർണവും കൊമ്പും കുളമ്പും ഒക്കെ എനിക്ക് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ കെട്ടിച്ചിട്ടുള്ള നല്ല ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിനായിട്ട് കണ്ടു. ഒരു ദിക്കിൽ ചെന്നപ്പോൾ വേറൊരു ഭവനത്തിൽ ചെന്നപ്പോൾ എങ്ങനെയാണ് ശൃണ്വന്തം ഇതിഹാസ പുരാണാനി ശൃണ്വന്തം മംഗളാനി ച. വേറെ ദിക്കിൽ ചെന്നപ്പോൾ അങ്ങനെ ഭഗവാൻ ഈ പുണ്യകഥകളൊക്കെ അടങ്ങിയിട്ടുള്ള ഇതിഹാസ പുരാണങ്ങൾ രാമായണം മഹാഭാരതം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനായിട്ടാണ് കണ്ടത്. ഹസന്തം ഹാസ്യകഥയാ കഥാചിൽ പ്രിയയാ ഗൃഹേ ക്വാപി ധർമ്മം സേവമാനം അർത്ഥകാമൗച കുത്രജിൽ. വേർതിക്കിൽ ചെന്നപ്പോൾ കഥാചിൽ പ്രിയയാ ഗൃഹേ ഹാസ്യകഥയാ ഹസന്തം ആ പത്നിയായിട്ട് ഇങ്ങനെ ഓരോരോ തമാശ കഥകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭഗവാനെ കണ്ടത്. ക്വാപി വേറൊരിടത്ത് ധർമ്മം എന്താണ് ധർമ്മം? അപ്പോൾ പുരുഷാർത്ഥങ്ങൾ എന്നുള്ള ധർമ്മം അർത്ഥം കാമം ഇതിൽ ഒരു ഗ്രഹത്തിൽ ഇതിന് ധർമ്മത്തിനെ പറ്റിയുള്ള വിചാരങ്ങളാണ് നടക്കുന്നത്. വേറെ ദിക്കിൽ അർത്ഥകാമങ്ങളെ സേവിക്കുന്നതായിട്ട് ഇങ്ങനെ അങ്ങനെ പുരുഷാർത്ഥങ്ങളെ സേവിക്കുന്ന രീതിയിൽ ഓരോരോ ഗ്രഹങ്ങളിൽ ഇങ്ങനെ കണ്ടു. പിന്നെയോ വേറെ ദിക്കിൽ ചെന്നപ്പോഴോ ധ്യായന്തമേകമാസീനം പുരുഷം പ്രകൃതേ പരം ശുശ്രൂഷന്തം ഗുരുൻ ക്വാപി പ്രകൃതേ പരം ഏകം പുരുഷം ധ്യായന്തം പ്രകൃതിയിൽ നിന്നൊക്കെ പരനായിട്ടുള്ള ആ ഏക പുരുഷനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്ര ധ്യാനത്തിലിരിക്കുന്ന ഭഗവാനെയാണ് ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ കണ്ടത്. വേറെ ദിക്കിൽ ചെന്നപ്പോഴോ കാമൈ ഭോഗൈ സഫല്യയാ ഗുരുൻ ശുശ്രൂഷന്ത നല്ല കാമങ്ങളെ അനുസരിച്ചുള്ള സുഖപദാർത്ഥങ്ങളൊക്കെ കൊണ്ടും പൂജകളെ കൊണ്ടും ഗുരുൻ അതായത് ഗുരുജനങ്ങളെയൊക്കെ അച്ഛനമ്മമാരെ അതുമാതിരി ജ്യേഷ്ഠന്മാരെ സഹോദരൻ അവരെയൊക്കെ ആവാം അങ്ങനെ ഗുരുജനങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് കണ്ടു. കുർവന്തം വിഗ്രഹം കൈശ്ചിൽ സന്ധിം ചന്യത്ര കേശവം കുത്രാപി സഹരാമേണ ചിന്തയന്തം സദാം ശിവം. കൈശ്ചിൽ
വിഗ്രഹം ഒരു ദിക്കിൽ ചെന്നപ്പോൾ ചിലരോട് യുദ്ധമാർക്ക് ഓരോ പലതരത്തിലുള്ള രാജബന്ധുക്കളുണ്ടല്ലോ അടുത്ത് ഉണ്ടാവുക. ചിലരോട് ശത്രുതാഭാവമാണ്, ചിലരോട് മിത്രതാഭാവമാണ്, അങ്ങനെ പല. അപ്പോൾ ചിലരോട് ആ ശത്രുക്കളോട് എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യണം ദിക്കിൽ. അന്യത്ര വേറൊരിടത്ത് അതിൻ്റെ സന്ധി സംഭാഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും കൊണ്ടാണ് അങ്ങനെ കുറുവന്തം. കുത്രാവി വേറൊരിടത്ത് രാമേണ സഹ ബലരാമനോട് കൂടിയിട്ട് സതാം ശിവം ചിന്തയന്തം കേശവം. ആലോചിച്ച് നോക്കുക, ബലരാമനോട് കൂടി ചെന്നിട്ട് ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഏട്ടനുമായിട്ട് ആലോചിക്കാൻ ഏട്ടാ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. വേറെ ദിക്കിലോ പുത്രാണാം ദുഹിതൃണാം ച കാലേ വിദ്യുമയാവനം ധാരൈർവരൈസ്തൽ സദൃശൈ കൽപ്പയന്തം വിഭൂതിഭി. എങ്ങനെയാണ് ഒരിടത്ത് ചെന്നപ്പോൾ എങ്ങനെയാണ് പുത്രാണാം, ചില ദിക്കിലെ പുത്രൻ്റെ തൻ്റെ മക്കൾ ധാരാളം ഒച്ചലിനിടെ മക്കളുടെ കല്യാണാലോചനയെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ദിക്കിൽ ചെന്നപ്പോൾ ദുഹിതൃണാം ച പെൺമക്കളുടെ കല്യാണത്തിനെ പറ്റിയിട്ടുള്ള തൽ സദൃശൈ അവർക്ക് തുല്യമാരായിട്ടുള്ള ഇതിലെ വരന്മാരെ അന്വേഷിച്ചുള്ളതാണ് കണ്ടത്. പിന്നെ വിദ്യുഭയാ വിധിപ്രകാരമുള്ള അതൊക്കെ അന്വേഷിക്കുന്നതായിട്ട്, അതായത് പുത്രന്മാർക്ക് യോജിച്ചിട്ടുള്ള പത്നിമാർ, അതുമാതിരി പുത്രിമാർക്ക് യോജിച്ചിട്ടുള്ള വരന്മാർ, അതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ടു. എന്നോ വിഭൂതി വി കൽപ്പയന്തം എന്ന് മാത്രമല്ല അവരെ അയക്കേണ്ട അതാത് രീതിയിൽ കൊണ്ടുപോയക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണമല്ലോ, അതിലൊക്കെ ഇങ്ങനെ മുഴുകൊണ്ടിരിക്കുന്ന ഭഗവാനെ പല ഗൃഹങ്ങളിലും കണ്ടു. അങ്ങനെ പ്രസ്താവനോ വാമയനൈ അവത്യാനാം മഹോത്സവൻ വിഖ്യയോഗേശ്വരേശസ്യ യേഷാം ലോകാവിസിസ്മിരേ. ആലോചിച്ച് നോക്കൂ, എത്ര അധികം അറിയില്ല മക്കള്, പെൺമക്കള്, അതുമാതിരി ആൺകുട്ടികൾ എത്രയാണ്. അപ്പോൾ അവരുടെ പൗത്രന്മാരൊക്കെ ആയിട്ട് എത്ര ഉണ്ടാകും. അപ്പോൾ ചില ദിക്കിൽ എങ്ങനെയാണ് പുറപ്പെടുവിക്കുക, അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ചില ദിക്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ട് പെൺമക്കളെ അങ്ങോട്ട് അയക്കുക. വേറെ ചിലർ ആൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഇങ്ങനെയുള്ള അതാണ് യോഗേശ്വരേശസ്യ, യോഗേശ്വരന്മാരുടെയും ഈശ്വരനായിട്ടുള്ള ആ ഭഗവാന്റെ യേഷാം അവത്യാനാം യാൻ മഹോത്സവാൻ, ആ ഭഗവാന്റെ ആ സന്താനങ്ങളുടെ ഈ തരത്തിലുള്ള മഹോത്സവങ്ങളെയൊക്കെ കണ്ടിട്ട് ലോകാവിസിസ്മിരി ലോകങ്ങൾ മുഴുവൻ അത്ഭുതപ്പെട്ടിരിക്കുന്നതായിട്ട് നാരദ മഹർഷി സ്വയം കണ്ടു. അങ്ങനെ പിന്നീട് വേറെ ഗൃഹത്തിൽ ചെന്നപ്പോഴോ യജന്തം സകലൻ ദേവൻ ക്വാവി ക്രതുവിനൂർജിതൈ പൂർത്തയന്തം കുതിൽ ധർമ്മം കൂപാരാമമടാദിവി. ക്വാവി ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ ഊർജിതൈ ക്രതുഭി സകലാൻ ദേവാൻ യജന്തം, അതായത് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള യാഗങ്ങളെ കൊണ്ട് ദേവന്മാരെയൊക്കെ അങ്ങനെ യജിക്കുന്നവനായിട്ടാണ് ഭഗവാൻ യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൽ വേറൊരിടത്ത് ചെന്നപ്പോഴോ കൂപാരാമമടാദിവി, ഇതിൽ ഈ യജ്ഞങ്ങളല്ല അവിടെ എന്താണ് ഈ കൂപം, അതായത് കിണറ കുഴിക്കുക, അതുമാതിരി പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുക, തണ്ണീർ പന്തലുകൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാഹ്യ പ്രവൃത്തികളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ബഹുജനങ്ങളുടെ സേവകൾക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന അങ്ങനെയുള്ള ഭഗവാനെയാണ് വേറുതിയിൽ കണ്ടത്. ചരന്തം മൃഗയാം ക്വാവി ഹയമാരുഹ്യ സൈന്ധവം ഗുണന്തം തദപ്പശുന്മേത്യൻ പരീതം യതു പുങ്കവൈ. ക്വാവി ഒരു ദിക്കിൽ ചെന്നപ്പോൾ സൈന്ധവം ഹയം ആരുഹ്യനല്ല സിന്ധുദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു കുതിരയെ കയറിയിട്ട് മൃഗയാം നായാട്ടിന് പുറപ്പെട്ടു പോകണ ഭഗവാനെയാണ് കണ്ടത്. അതിൽ പിന്നെ എങ്ങനെയാണ് യദുശ്രേഷ്ഠന്മാരാൽ പരീതം, ആ ഭഗവാന്റെ കൂടെ യാദവ ശ്രേഷ്ഠന്മാരും കൂടെ നിന്നിട്ടോ മേധ്യാൻ പശൂൻ ഗുണന്തം, അവിടെ നായാട്ട് ചെയ്തിട്ട് ഇതിന് ശ്രാദ്ധങ്ങൾത്തിന് മാതിരി സൽക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള പരിശുദ്ധങ്ങളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. മേധ്യാൻ മൃഗാൻ, അങ്ങനെയുള്ള ആ മൃഗങ്ങളെ കൊന്നിട്ട് കൊണ്ടുവരുന്നതായിട്ടുള്ള ഭഗവാനെയാണ് കണ്ടത്. അവ്യക്തലിംഗം പ്രകൃതിഷ്വന്തപുരഗൃഹാദിഷു കുതിൽ ചരന്തം യോഗേശം തത്തൽ ഭാവഭൂത്സയാ. ഇങ്ങനെ ആ പ്രകൃതിഷു അന്തപുരഗൃഹാദിഷു അവ്യക്തലിംഗം, എങ്ങനെ വേറെതിൽ ചെന്നപ്പോൾ എങ്ങനെ അറിയോ, യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ വേഷപ്രച്ഛന്നനായിട്ട് പണ്ട് ശ്രീരാമസ്വാമി നടന്നില്ല, ഇങ്ങനെ ഓരോ ദിക്കിൽ ഗൃഹങ്ങളിൽ തന്നെ പറ്റി ഓരോരുത്തർ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി നടന്നു എന്നൊക്കെ പറഞ്ഞില്ല. അതുമാതിരി ആ രഹസ്യ കാര്യങ്ങളെ അറിയാനായിട്ട് ഭഗവാൻ അങ്ങനെ പല രഹസ്യ സ്ഥലങ്ങളിലും ആൾക്കാർ കൂടുന്നിടത്തൊക്കെ അങ്ങനെ വേഷപ്രച്ഛന്നനായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടാണ് കണ്ടത് എന്ന് പറയുകയാണ്. ആ വക സ്ഥലങ്ങളിൽ വസിക്കുന്നവരൊക്കെ അറിയാതിരിക്കാനുള്ള രീതിയിലാണ് ഭഗവാൻ അവിടെയൊക്കെ സഞ്ചരിക്കുന്നത്. ആര്? ഈ യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ.
അഥോവാച ഋഷീകേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വിഖ്യ മാനുഷീം ഈയുഷോഗതിം. അഥ ഇങ്ങനെ ഒരുവിധം എല്ലാ ഗൃഹങ്ങളിലും കയറി ഇറങ്ങിയിട്ട് അതിനുശേഷം മാനുഷീം ഗതിം ഈയുഷ, ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ച ഇത്തരത്തിലുള്ള ഒരു ഗതിയെ പ്രാപിച്ചവൻ്റെ യോഗമായോദയം, യോഗമായയുടെ ഉദയത്തെ കണ്ടിട്ട് പ്രഹസനിവ, ഒന്ന് പ്രകർഷേണ പുഞ്ചിരിച്ചവനായിട്ട് ഋഷീകേശനായിട്ടുള്ള ഭഗവാനോട് നാരദ ഉവാച, നാരദ മഹർഷി ഭഗവാനോട് പറഞ്ഞു, വിദാമ യോഗമായസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാത ഭവൽപാദനിഷേവയാ. നാരദ മഹർഷി പറഞ്ഞു എന്നല്ലേ പറഞ്ഞു, എന്താണ് അങ്ങയുടെ ഈ യോഗമായാശക്രിയെ, അതായത് വിദാമ യോഗമായാസ്തേ ദുർദർശ അഭിമായിനാം, അതാണ് മായിനാം, അതായത് മായയെ വശത്താക്കിയിരിക്കുന്നവർക്ക് കൂടിയിട്ട് കാണാൻ കഴിയാത്തതാണെങ്കിലും ദുർദർശ അഭി യോഗേശ്വര, ഹേ യോഗേശ്വര ആത്മനി നിർഭാത, അങ്ങേ മായ ബാധിച്ചില്ല, അങ്ങ് എപ്പോഴും തന്നിൽ തന്നെ അങ്ങനെ വളർന്നവനായിട്ടുള്ള അങ്ങയുടെ ഈ യോഗമായേ ത്വൽപാദനിഷേവയാ വിധാമ, ഞങ്ങൾ അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ഞങ്ങളെങ്ങനെയാണ് അങ്ങയുടെ ആ പാദസേവനം കൊണ്ട് മാത്രം എന്താണ് അങ്ങയുടെ യോഗമായയുടെ ശക്തി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നു. അങ്ങയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ അങ്ങയുടെ ആ യോഗമായയുടെ ശക്തി അത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങയുടെ പാദസേവനം, അങ്ങനെയുള്ള ഭക്തി കാരണം ഞങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് തന്നെ ആ യോഗമായ ഞങ്ങളെ ബാധിക്കുന്നില്ല, കാരണം മായ്ക്കും അറിയാം ഞങ്ങൾ അങ്ങയുടെ ഭക്തന്മാരാണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം പറയുന്നത്. അതാണ് പ്രഹസന്നിവ. ഇതൊക്കെ കണ്ടിട്ട് നാരദ മഹർഷിക്ക് ഒരു ചിരിയല്ലാതെ അതെന്താണ്, ആ ഭഗവാന്റെ യോഗമായയുടെ ആ അത്ഭുതം കണ്ടിട്ട് ആ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഒരു ഹാസഭാവമാണത്. അതായത് എത്ര ശ്രേഷ്ഠനാണ് ഈ ഭഗവാൻ എന്നുള്ളതാന്നില്ലേ, അത് ആ ഭാവത്തിലാണ് കേട്ടോ. ഇനി എന്താണ് നാരദ മഹർഷി പറയണത്, അനുജാനീഹി മം ദേവ ലോകാംസ്തേ യശസാ പ്ലുതാൻ പര്യടാമി തവോൽഗായം ലീലാം ഭുവനപാവനിം. ഗായൻ ലീലാംബുവന പാവനിം എന്ന് വരും. അതായത് തവോൽഗായൻ, തവ അങ്ങയുടെ ലീലയെ ഉൽഗായൻ കീർത്തിച്ചുകൊണ്ട് പര്യടാമി, 4 ഭാഗത്തും സഞ്ചരിക്കുന്നേൻ. എന്തെനിക്ക് ഇനി ആഗ്രഹമുള്ളൂ, അങ്ങ് ദേവാ അങ്ങനെയാണ് അങ്ങ് എനിക്ക് അനുവാദം തന്നാലെന്നാണ്. അനുജാനീഹി മം ദേവ ലോകാംസ്തേ, ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ യശസാ ആപ്ലുതാൻ, അങ്ങയുടെ കീർത്തി കൊണ്ട് മുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ എങ്ങനെയാണ് ഭുവനഭാവനിയും ലീലാം ഉൽഗായൻ, ആ യശസ് എന്തു അങ്ങനെ മുഴുവൻ ഇപ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ അത്തരത്തിലുള്ള ലീലകളെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് ആ ലോകത്തിനെ മുഴുവൻ വീണ്ടും വീണ്ടും പാവനമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ പാടി നടക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് നാരദ മഹർഷി ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ഛിക്ഷയം ലോകമിമം ഇമം തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിത പുത്രമാഖിത. അപ്പോൾ ഭഗവാൻ നാരദ മഹർഷിയോട് പറയാണ്, ഹേ ബ്രഹ്മൻ, ബ്രഹ്മജ്ഞാനിയുള്ള ആയവനെ, ധർമ്മസ്യ വക്താ കർത്താ തദനുമോദിത അഹം, ഞാൻ എങ്ങനെ അറിയോ ഈ ധർമ്മത്തിൻ്റെ വക്താവാണ് എന്നാ പറഞ്ഞതൊക്കെ അതേ രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കുന്നവനാണ് എന്ന് മാത്രമല്ല അത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ അനുമോദിക്കുന്നവനുമാണ് ഞാൻ എന്നുള്ള ഈ വസ്തുത ഉണ്ടല്ലോ, ഇത് ശിക്ഷയൻ ഇമം ലോകം, ഈ ലോകത്തെ ഇത് നന്നായിട്ട് അഭ്യസിപ്പിക്കുന്നവനായിട്ട് അത് ആസ്ഥിത ആശ്രയിച്ചിരിക്കുന്നു എന്നും അറിയാതെ പുത്ര മാഖിത, അതായത് ഞാൻ എൻ്റെ എങ്ങനെയാണ് ഈ ധർമ്മം എന്താണെന്ന് ഞാൻ പറയണതും ഉപദേശിക്കണു, ആ ധർമ്മത്തെ തന്നെ ഞാൻ ആചരിച്ച് കാണിക്കുകയും ചെയ്യണു എന്ന് മാത്രം ആ ധർമ്മം നടത്തുന്നവരെ കുറിച്ച് അത് സന്തോഷിക്കുകയും ചെയ്യണു. ഇതാണ് ഈ ലോകം ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗൃഹസ്ഥാശ്രമത്തെ ഇവിടെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ. അത് കണ്ടുകൊണ്ട് ഭഗവാൻ അങ്ങ് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അതുകൊണ്ട് മാഖിത, വിഷമിക്കൊന്നും വേണ്ട, ഇതെങ്ങനെയാണ് എൻ്റെ തത്വം എന്ന് എല്ലാവരോടും ചെന്ന് പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. ശ്രീശുകൗവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനൻ ഗൃഹമേദിനം
തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. അങ്ങനെ വീണ്ടും പറയുകയാണ് നാരദ മഹർഷി ആ ഭഗവാന്റെ കണ്ടുള്ള ആ ശ്രീകൃഷ്ണലീലെ ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്, ഗൃഹമേദീനാം പാവനാൻ സദ്ധർമാൻ ഇതി ആചരന്തം. ഒരു ഗൃഹസ്ഥാശ്രമി ആയിട്ടുള്ളവൻ്റെ പരിശുദ്ധങ്ങളായിട്ടുള്ള സദ്ധർമ്മങ്ങളെ ഇപ്രകാരം ആചരിക്കുന്ന തം ഏകം ഏവ, ആ അവനെ ഒരുവനെ തന്നെ ഇങ്ങനെ ഓരോ ഗൃഹങ്ങളിലും ചെന്നപ്പോഴും ഒരേ ആളായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് ഇങ്ങനെ കണ്ടത്. സർവഗേഹേഷു, സകല ഗൃഹങ്ങളിലും സ്വന്തം ഇരിക്കുന്നവനായിട്ട് ദദർശഃ, കണ്ടു. ആശ്ചര്യം എന്ന് പറയണം, ഒരേ ഒരു ഭഗവാൻ ഈ 16,108 ഗൃഹങ്ങളിലും അതാത് സമയത്ത് ഒരു ഗൃഹസ്ഥാശ്രമി എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം അതിനനുസരിച്ച് സമയത്തിനും കാലത്തിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നാരദ മഹർഷി കണ്ടു എന്നാണ് അതിൻ്റെ ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നത്. കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായാമഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരപുൽ വിസ്മിതോ ജാതകൗതുക. അനന്തവീര്യസ്യ കൃഷ്ണസ്യ, ആ ഒരിക്കലും അളക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ വീര്യത്തോടു കൂടിയുള്ള ഭഗവാന്റെ ഈ യോഗമായ മഹോദയം, അചിന്ത്യമായിട്ടുള്ള ഈ മായാശക്തി വിശേഷത്തെ മുഹു ദൃഷ്ട, വീണ്ടും വീണ്ടും കണ്ടിട്ട് ഓരോ ഗൃഹത്തിൽ ചെന്നപ്പോഴും കണ്ടിട്ട് ജാതകൗതുകം ഉണ്ടായിട്ടുള്ള കൗതുകത്തോടു കൂടിയുള്ള മഹർഷി വിസ്മിത ആശ്ചര്യയുക്തനായിട്ട് ഭവിച്ചു എന്ന് പറയുകയാണ്. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സമാഹിത പ്രീത തമേവാനുസ്മരൻ യയൗ. ഇതി അർത്ഥകാമധർമ്മേഷു, ഇങ്ങനെ ധർമ്മം അർത്ഥം കാമം എന്നുള്ള എല്ലാ പുരുഷാർത്ഥങ്ങളിലും ശ്രദ്ധയോടെ മനസ്സുറപ്പിച്ചുകൊണ്ടുള്ള ഭഗവാനാൽ സമ്യക് സഭാജിത, വേണ്ടും വിധം സൽക്കരിക്കപ്പെട്ടും പ്രീത സന്തുഷ്ടനായും ഇരിക്കുന്ന നാരദ മഹർഷി തമേവ അനുസ്മരൻ, ആ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് യാത്രയായി. യയൗ ഏവം മനുഷ്യപദവിം അനുവർത്തമാനോ നാരായണോഖിലഭവായ ധീതശക്തി രേവേങ്കഷോഡശസഹസ്രവരംഗനാനം സംവ്രീഡ സൗഹൃദ നിരീക്ഷണ ആസജുഷ്ട. ഇപ്രകാരം ഏവം മനുഷ്യപദവിയും അനുവർത്തമാന, ഒരു സാധാരണ മനുഷ്യൻ്റെ രീതിയെ അനുസരിച്ചിരിക്കുന്ന നാരായണ, സാക്ഷാൽ ഭഗവാൻ നാരായണൻ അഖിലഭവായ, അതായത് സകല ലോകത്തിൻ്റെയും അഭ്യുദയത്തിനു വേണ്ടിയിട്ട് ഗൃഹീത ശക്തി, സ്വീകരിക്കപ്പെട്ട അനേക ശക്തികളോടുകൂടിയവനായിട്ട് ഷോഡശസഹസ്രവര അങ്കനാനാം 16,000-ലധികം ഉത്കൃഷ്ട സ്ത്രീകളുടെ സംവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട, ലജ്ജയോടും അതുമാതിരി സ്നേഹത്തോടും കൂടിയ നോട്ടങ്ങളാലും പുഞ്ചിരികളാലും സേവിക്കപ്പെട്ടവനായിട്ട് അംഗ, ഹേ പൂജ്യ, അങ്ങനെ രമിച്ചു എന്ന് പറയാൻ. അംഗ നമ്മുടെ ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ വിളിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ തൻ്റെ പത്നിമാരോടൊത്ത് അങ്ങനെ രമിച്ചു എന്ന് പറയുകയാണ്. യാനീക വിശ്വവിലയോത്ഭവവൃത്തിയേതോ കർമ്മണ്യനന്യ വിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗ ഗായതി ശൃണോത്യനുമോദദേവ ഭക്തിർഭവേൽ ഭഗവതി ഹ്യപവർഗമാർഗേ. ഈ ഭഗവാന്റെ ഇത്തരം മഹത്തായിട്ടുള്ള യുഗമായ മഹത്വം കേൾക്കുക, അതിനെ സ്തുതിക്കുക, അതങ്ങനെ പാടി പോവുക ചെയ്താൽ അതിന് എന്താ ഉണ്ടാവുക? അതിൻ്റെ ഫലശ്രുതി പറയുകയാണ്. എന്താണ്? വിശ്വ വിലയോത്ഭവ വൃത്തി ഹേതു, ഈ ലോകത്തിൻ്റെ വിലയത്തിന്, അതായത് നാശത്തിനും ഉത്ഭവത്തിനും സ്ഥിതിക്കുമൊക്കെ കാരണമായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി അനന്യ വിഷയാണി യാനി കർമാണി, ആ അന്യസാധാരണങ്ങളല്ലാത്ത, അതായത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റതായിട്ടുള്ള ഏതെല്ലാം കർമ്മങ്ങളെ ചകാര ചെയ്തുവോ അതെല്ലാം ഹേ അംഗ പരീക്ഷത്തെ യത്തു യാതൊരുത്തനാകട്ടെ അവയെ ഗായതി ഗാനം ചെയ്യുന്നത്, ശൃണോതി കേൾക്കുന്നത്, അനുമോദിക്കുന്നത് തസ്യ അവന് അപവർഗമാർഗേ മോക്ഷസ്ഥാനമായ ഭഗവതി, ഭഗവാനിൽ ഭക്തി, അതായത് പരമയാമായിട്ടുള്ള ആ അനുരക്തി ഭവയിൽ ഉണ്ടാവും. അതായത് ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുക, അതങ്ങനെ പാടുക, എന്നാൽ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക, എന്നാൽ തന്നെ എന്തുണ്ടാവും? ആ മോക്ഷമാർഗത്തിൽ മോക്ഷം ലഭിക്കാനുള്ള എന്താ വേണ്ടത്? ഭഗവാന്റെ പാതാരങ്ങളിലുള്ള ഭക്തി ഉണ്ടാവുക. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഭഗവത് കഥകൾ കേൾക്കും കീർത്തനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്.
ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണഗാർഹസ്ഥ്യം നാമ ഏകോനസപ്തതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.